കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് പാഷൻ ഫ്രൂട്ടിൻ്റെ സിറപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അത് നമുക്കത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും ഒരു 6 മാസത്തേക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഇത്രയും പാഷൻ ഫ്രൂട്ടാണ് എൻ്റെ കൈവശമുള്ളത് കേട്ടോ. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. നമ്മളൊരു ചെറിയ തൈ കൊണ്ടുവച്ചതാണ്. അത് നന്നായിട്ട് പടർന്ന് ഇപ്പോൾ നിറയെ കാ പിടിച്ച് തുടങ്ങി അതിനകത്ത്. അപ്പോൾ ഇത് ഒന്നിച്ചൊന്നും പഴുത്ത് വീഴത്തില്ല, 1ഉം 2ഉം ഒക്കെയാണ് പഴുത്ത് വീഴുന്നത്. അപ്പോൾ ഞാനത് ഇതെടുത്ത് സൂക്ഷിച്ച് വെച്ചിരുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഈ പാഷൻ ഫ്രൂട്ട് ഓരോന്നും ഒന്ന് കട്ട് ചെയ്ത് നമുക്കതിൻ്റെ ജ്യൂസെല്ലാം ഒരു പാത്രത്തിലേക്ക് എടുത്തു കൊടുക്കാം. ഈ പാഷൻ ഫ്രൂട്ട് കട്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ട് കാര്യമുണ്ട് കേട്ടോ. ഇതിന് നല്ല മിനുസവും കട്ടിയുമാണ് ഇതിൻ്റെ തൊലി. അപ്പോൾ ഇത് നമ്മൾ കത്തി കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ തന്നെ തെന്നുന്നുണ്ട് നന്നായിട്ട്. നമ്മൾ സൂക്ഷിച്ച് ചെയ്തില്ലേ നമ്മുടെ കയ്യിലെ കത്തി കൊണ്ട് നമ്മൾ അതൊന്ന് കൈ മുറിയാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലൊരു സ്പൂൺ കൊണ്ട് നമ്മൾ ആ ജ്യൂസെല്ലാം ഒരു പാത്രത്തിലേക്ക് എടുത്തിതുപോലെ നമുക്ക് കൊടുക്കാം. അങ്ങനെ ഞാൻ അതിൻ്റെ ജ്യൂസ് മൊത്തമായിട്ട് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുത്തൊഴിക്കാം. ഇങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് റിവേഴ്സ് മോഡലിൽ വേണം ഇതൊന്ന് കറക്കിയെടുക്കാനായിട്ട്. ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി, കറക്കിയെടുക്കാൻ പാടുള്ളൂ. അതായത് നമ്മൾ സാധാരണ നമ്മൾ മിക്സി തിരിക്കുന്ന പോലെ തിരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കുരു എല്ലാം അരഞ്ഞ് അതിനകത്ത് ചേർന്ന് കഴിഞ്ഞാൽ ഒരു വല്ലാത്ത രുചി ഉണ്ടാവും. അപ്പം ഇതിപ്പം കുരു അരഞ്ഞിട്ടും ഇല്ല, ഇതിൻ്റെ ജ്യൂസ് ഫുള്ളായിട്ട് ഇങ്ങനെ നമ്മൾ റിവേഴ്സ് മോഡലിൽ തിരിച്ചെടുക്കുമ്പോൾ അത് ഫുള്ളായിട്ട് കിട്ടുകയും ചെയ്യും. എന്നിട്ട് നമുക്കത് ഒരു അരിപ്പയിലേക്ക് വെച്ചിട്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇതിൻ്റെ ജ്യൂസ് ഫുള്ളായിട്ട് നമുക്ക് എടുത്തു കൊടുക്കാം. കണ്ടല്ലോ, ഇതിൻ്റെ കുരു ഒന്നും അരഞ്ഞു പോയിട്ടില്ല. കൂട്ടുകാരാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതൊരു 1/2 കപ്പോളം കിട്ടിയിട്ടുണ്ട് ഈ ജ്യൂസ്. ഇനി നമുക്ക് ഈ ജ്യൂസ് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല തിക്ക് ജ്യൂസ്, അതിനകത്ത് ഒഴിക്കുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല തിക്കായിട്ടുള്ള ജ്യൂസാണ്. അപ്പോൾ ഈ കപ്പിന് തന്നെ നമുക്ക് അതിനകത്തേക്ക് 1.5 കപ്പ് അളവിലുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് മധുരം കുറവ് മതിയെന്നുണ്ടെങ്കിൽ 1 കപ്പാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ആ കപ്പിന് തന്നെ ഒരു 1.5 കപ്പ് അളവിലുള്ള വെള്ളവും കൂടെ നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് എടുത്തു കൊടുക്കാം. കണ്ടല്ലോ ഇത്. ഇനി ഇത് നന്നായിട്ട് നമ്മൾ തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് തിളപ്പിച്ച് എടുക്കാം. ഇപ്പം പഞ്ചസാരയും ഒക്കെ ഇതിലേക്ക് നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇത് നന്നായി തിളച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടെ നന്നായിട്ട് തിളപ്പിച്ച് നമുക്ക് എടുക്കാം. ഇനി ഇതൊന്ന് ആറാനായിട്ട് വെക്കാം. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് ആദ്യം പകർന്നിട്ടുണ്ട്. അത് കഴിഞ്ഞൊരു ഗ്ലാസ് ബോട്ടിലേക്ക് നന്നായിട്ട് ആറിയതിന് ശേഷം വേണം ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് ഇതുപോലെ പകർന്ന് നമുക്ക് എടുക്കാം. എന്നിട്ട് നല്ല ഇതിൻ്റെ അടപ്പ് കൊണ്ട് നല്ല ടൈറ്റായിട്ട് അടച്ച് ഒരു 6 മാസത്തോളം ഫ്രിഡ്ജിനകത്ത് ഇതിരിക്കും, ഒട്ടും കേടുകൂടാതെ. അതിനുശേഷം നമുക്ക് ഒന്ന് ജ്യൂസ് ഉണ്ടാക്കി നോക്കണമല്ലോ. അപ്പം ഞാനതിന് ഒരു 1/2 കപ്പ് സിറപ്പാണ് അതിനകത്ത് എടുത്തിരിക്കുന്നത്. അതെടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കുറച്ച് ഐസ് ക്യൂബ് കൂടി ഇട്ട് നമുക്ക് എടുക്കാം. അങ്ങനെ നല്ല അടിപൊളി ജ്യൂസും റെഡി ആയിട്ടുണ്ട്. അപ്പം സിറപ്പ് ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം എടുക്കുകയോ ആരെങ്കിലും ഗസ്റ്റുകൾ വന്നാൽ ഇതുപോലെ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുകയോ ഒക്കെ ചെയ്യാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.